ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി പരിചയപ്പെടാം. സാധാരണയായിട്ട് നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കാൻ അരിയും ഉഴുന്നും ഒക്കെ അരച്ചാണല്ലേ തയ്യാറാക്കുന്നത്. എങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ സോഫ്റ്റ് ഇഡ്ഡലി തയ്യാറാക്കാൻ നമുക്ക് അരമണിക്കൂർ മാത്രം മതി. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അളവിൽ ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ റവ കൂടി ചേർത്ത് കൊടുക്കണം. വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1 കപ്പ് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ്. അതുകൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത ചേരുവകളെല്ലാം കൂടി തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ മാത്രം 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ സാധാരണ ഈ രീതിയിലും തയ്യാറാക്കിയെടുക്കാം. നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഇനി അരമണിക്കൂറിന് ശേഷം തുറന്ന് നോക്കാം. ഇനി ഒരു ഇഡ്ഡലി തട്ട് ആവി കയറ്റാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തൊന്ന് തടവിയെടുക്കാം. നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ഓരോ തവിയായിട്ട് ഇതുപോലെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത്. ഇതിനനുസരിച്ചുള്ള വെള്ളം അല്ലെങ്കിൽ നിങ്ങൾ കട്ട തൈര് ഉണ്ടെങ്കിൽ തൈര് കുറച്ചുകൂടി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കി എടുക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാനായിട്ടൊന്ന് മാറ്റാം. ഒന്ന് ചൂടാറി വരുമ്പോൾ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയ ഓട്സ് കൊണ്ടുള്ള ഇഡ്ഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാം. തലേന്നിപ്പം അരി ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇടാതെ ഒന്നും മറന്നു പോകുന്ന ദിവസങ്ങളിലും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും വെയിറ്റ് ലോസിനും ഒക്കെ പറ്റിയ ഒരു റെസിപ്പിയാണിത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഇഡ്ഡലി നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിൻ്റെ കൂടെ സാധാരണയായിട്ട് നമ്മളെ ഇഡ്ഡലിയുടെ കൂടെ സെർവ് ചെയ്യുന്ന ചട്നിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ തേങ്ങ കൊണ്ടുള്ള ഈ ചട്നിയാണ് ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെസിപ്പി അരമണിക്കൂർ കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും എന്നാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതുമാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഈസി റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.